ഇത് രാഹുലിനുള്ള സമ്മാനം, ഒരൊന്നൊന്നര സമ്മാനം. ചേർത്തു പിടിച്ചതിന്റെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്കാകെ നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJPയുടെ സംസ്ഥാന മന്ത്രിയെ തന്നെ താഴെയിട്ടുകൊണ്ടാണ് ഡോക്ടർ ബിമൽ അക്കോയിജാം എന്ന ഇന്നർ മണിപ്പൂരുകാരനായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം. ഇവിടെ മന്ത്രിയായ തൗനാജം വസന്തകുമാറിനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. 46.53% വോട്ട് കോൺഗ്രസിന് ലഭിച്ചപ്പോൾ അവിടെ 33.16% മാത്രമാണ് BJPക്ക് കിട്ടിയത്. തീർന്നില്ല, ഇതൊരൊറ്റ മണ്ഡലത്തിന്റെ കാര്യം. ഇനി തൊട്ടടുത്ത മണ്ഡലം ഔട്ടർ മണിപ്പൂരിൽ കോൺഗ്രസിന്റെ ആൽഫ്രഡ് ആർദർ ജയിച്ചത് 85,000 വോട്ടിനാണ്. BJP സഖ്യകക്ഷിയായ നാഗ പീപ്പിൾസ് ഫ്രണ്ട് സ്ഥാനാർത്ഥി തിമോത്തി സിമിക്കിനെയാണ് പരാജയപ്പെടുത്തിയത്. കോൺഗ്രസ് 48.32% വോട്ട് നേടിയപ്പോൾ NPFന് ലഭിച്ചത് 37.6%. ഇനി കഴിഞ്ഞ തവണ അഥവാ 2019 77% വോട്ടാണ് NPF BJP സ്ഥാനാർത്ഥിക്ക് നേടിക്കിട്ടിയിരുന്നത്. അവിടെയാണ് 37%-ഓളം നിലം പതിച്ചു പോയത്. ഇതുകൊണ്ടാണ് പറഞ്ഞത് രാഹുൽ ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണ് എന്ന്. മണിപ്പൂരിന്റെ മണ്ണ് ഒരു വർഷത്തോളം അങ്ങനെ ആകുല വ്യാകുലമായി കത്തിയെരിഞ്ഞപ്പോൾ 50,000-ൽ പരം ആളുകൾക്ക് വീട് നഷ്ടപ്പോൾ 200-ൽ പരം മനുഷ്യർ കൊന്നൊടുങ്ങിയപ്പോൾ മോദി നിങ്ങൾ എവിടെയാണ്, ഞങ്ങളെ കേൾക്കാനുണ്ടോ, ഞങ്ങളെ കാണാനുണ്ടോ എന്ന് ചോദിച്ച് ഒരു നാട് മുഴുവൻ പരക്കം പാഞ്ഞപ്പോൾ ലോകം ചുറ്റാൻ പോയ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യ രാജ്യത്തിനുണ്ടായിരുന്നത്. അവിടെ നിങ്ങൾക്കരികിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഭാരത് ജോഡോ യാത്ര പോലും അവിടെ നിന്ന് തുടക്കം കുറിച്ച ഒരു നേതാവുണ്ട്, ഒരു രക്ഷാധികാരിയുണ്ട്. അയാൾക്ക് പട്ടമൊന്നുമില്ല, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ അലങ്കരിക്കുന്ന പദമൊന്നുമില്ല. രാഹുൽ ഗാന്ധി എന്ന പേരിനപ്പുറത്ത്, ഇന്ത്യൻ പാർലമെന്റിലെ മെമ്പർ എന്നതിനപ്പുറത്ത് ഒരുപക്ഷെ അതും ആ സമയത്തില്ല. അവരെന്ത് ചെയ്തിട്ടുണ്ട്? അതും കളഞ്ഞു കുളിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും രാഹുൽ നെഞ്ചോട് ചേർത്തപ്പോഴാണ് മണിപ്പൂർ എന്ന് പറയുന്ന സംസ്ഥാനം മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്തു രാഹുലിനെ. ഇനി ഞങ്ങളുടെ വോട്ട് അത് കോൺഗ്രസിനുള്ളത്, ഇനി ഞങ്ങളുടെ എല്ലാം അത് രാഹുലിനുള്ളത് എന്നവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊരു സമ്മാനമാണ്. ഒരു സംസ്ഥാനത്തിലെ 2 മണ്ഡലങ്ങൾ, ആകെയുള്ള 2 മണ്ഡലത്തിലും കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് രാഹുലിന് നൽകുന്ന അകമഴിഞ്ഞ സമ്മാനം തന്നെയാണ്.